കാർഷിക ലോൺ വെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ പുള്ളി വളരെ തന്ത്രപൂർവ്വം എന്റെ കയ്യിൽ നിന്ന് ഒഴുകൂറി മേടിച്ച് പുള്ളിയുടെ പേരിലോട്ട് മാത്രമാക്കി. മാറ്റിയതിന് ശേഷം വളരെ എനിക്ക് എന്നിട്ടും പ്രശ്നമില്ലായിരുന്നു സർ. കാരണം കുടുംബജീവിതമാണല്ലോ, മുന്നോട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങള് സന്തോഷത്തോടെ തന്നെ തിരിച്ച് ഗൾഫിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇത് എഴുതി കൊടുത്ത എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ പേരിലെ സ്വത്ത് നിങ്ങൾ സ്വന്തമാക്കി അത് അനിയന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന് ഇഷ്ടദാനമായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതിന്റെ സത്യാവസ്ഥ ഖുർആൻ സാക്ഷി നിർത്തി ഞാൻ പറയാണ്. ഖുർആൻ സാക്ഷി നിർത്തി ഞാൻ പറയാണ്. ഇവര് സത്യമാണ്, എനിക്ക് എന്റെ പേരിലും സരിയുടെ പേരിലൂടെ വസ്തു വാങ്ങി തന്നിരുന്നു. വസ്തു വാങ്ങി തന്ന് അതൊരു ഈ ഇഷ്ടികയെടുത്ത ഒരു വലിയ കുളമായിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഏകദേശം 10 ലക്ഷം രൂപയോളം ഞാൻ അതിനകത്ത് മുടക്കിയിട്ടാണ് ഭൂമി ലെവൽ ചെയ്തെടുത്തത്. അതിനകത്ത് കൃഷിയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ആദ്യം കേസ് കൊടുത്തിട്ട് ഇവരുടെ ഡിമാൻഡ്, ഡൈവേഴ്സിനുള്ള ഡിമാൻഡ് ഇവർ വെച്ചത് ഇവർക്ക് പുരയുടെ വേണമെന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, വാക്ക് പുരയുടെ ഒന്നുമില്ല, ഒന്നെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നിങ്ങൾ വാങ്ങാം. അപ്പൊ അതിനെ അവർ തയ്യാറില്ല. അവർക്ക് പുരയുടെ തീരുമാനം എനിക്കുള്ള തരത്തില്ല പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഭാര്യ എന്നെ വിളിച്ച് കോംപ്രമൈസ് ചെയ്ത്, അവരുടെ ഉമ്മ അറിയാതെ എന്നെ വിളിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ പോയി എന്നെ കാത്തു നിന്നിട്ട് അവിടെ നിന്നാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, കൂട്ടിക്കൊണ്ട് പോകുന്നുള്ള എന്നെ കൊണ്ടുപോകാം, പക്ഷേ നിന്റെ പേരിലുള്ള പുരയിടം എനിക്ക് തിരിച്ചു തരണം, എങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അവളെ എന്റെ പേരിൽ അങ്ങനെ എഴുതി തന്നു. അന്ന് അവൾ എഴുതി തന്നത് 11/4/2007 എനിക്ക് 11/4/2007 ആ പുരയിടം എനിക്ക് എഴുതി തന്നത്. അതിനുശേഷം ജൂൺ മാസം, അതായത് ഇതിന് 2 മാസത്തിന് ശേഷം 18-ാം തീയതി ഇതിന് പകരമായി എന്റെ വീട്ടിന് നേരെ ഓപ്പോസിറ്റിൽ റോഡ് സൈഡിൽ 28 സെന്റ് വസ്തു ഞാൻ അവരുടെ പേരിൽ എഴുതി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇവള് ഈ പ്രവാസലോകം പരിപാടിയിൽ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എത്ര സെന്റ് പരിപാടിയാണ് ഇത്? 28 സെന്റ് വസ്തുണ്ട്. ഇപ്പൊ അത് വിറ്റ് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വസ്തുവാണ്, റോഡ് സൈഡാണ്. അന്നേരം ഞാൻ ജോലി അങ്ങ് ഉപേക്ഷിച്ചായിരുന്നു. ഒത്തിരി ഉപദ്രവിച്ച് ബലമായിട്ട് ഗുളിക കൊണ്ട് കുത്തിക്കയറ്റി വായിക്കാത്ത വെച്ചിട്ട് അന്ന് വൈകിട്ടായപ്പോ തന്നെ ബ്ലീഡിംഗ് ആയി. പിന്നെ ബത്തേൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി DNC ചെയ്യേണ്ടി വന്നു. ഇപ്പൊ അവര് നിരവധി പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടും തന്നെ 1-2 പ്രാവശ്യം DNC ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് അവർ പറയുന്നത് ഗുണ്ടകളാണ്. എന്താണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം? ഇവിടെ വന്നിട്ട് അത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പൊ അവരിതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യമേ തുറന്നു പറഞ്ഞു. ഇവർ പറഞ്ഞ മൊത്തം കളവാണ് പറയുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനെ, ഒരു സ്ത്രീയെ നാട്ടിൽ നിന്ന് വിസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെ എനിക്ക് ഇത് കേട്ട് എനിക്ക് എന്നോടൊരു കുഴപ്പമൊന്നുമില്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇവര് DNC-കാരൻ പറഞ്ഞല്ലോ. അതായത് ഇവരിവിടെ വന്നു, ഇവരാദ്യം ഗർഭിണിയായ കാര്യം എന്നോട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഉംറ ചെയ്തിട്ട് മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു, എന്നാ അത് മതി. കാരണം എന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവും എന്റെ ഉമ്മാടെ അനിയത്തിന്റെ ഭർത്താവും ജിദ്ദയിലുണ്ട്, എനിക്ക് അവരെ കാണാമല്ലോ. അങ്ങനെ ഷിഫാൽ ജിദ്ദയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരുടെ സമ്മതത്തോടെ ചെയ്തത്. അല്ല ഞാൻ ബലമായിട്ട് ഇവര് പറഞ്ഞൊക്കെ ഗുളികയെടുത്ത് കുത്തിക്കയറ്റാനോ അത്രയുള്ള ദുഷ്ട ഫാമിലിയല്ല ഞങ്ങളത്. എന്റെ വാപ്പ ഒരു ദീനിയായ മനുഷ്യനാണ്. അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ജമാഅത്തെ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഗുണ്ടകളെന്ന് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ഇവിടെ പ്രവാസി നയിച്ചിട്ട് 10-15 ദിവസം നാട്ടിൽ പോയിട്ട് നിൽക്കുന്നത് നമ്മൾ എന്ത് ഉണ്ടാസം കാണിക്കാണ്. പിന്നെ ഒന്നും ചെയ്യാറുണ്ട്. ആരോടാന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ട്. അല്ലാതെ നമ്മളാരെ ഗുണ്ടാസം കൊണ്ട് ജീവിക്കാനോ ഒന്നുമില്ല. അതൊക്കെ ഇവരുടെ ഫാമിലി പെട്ടാണ്. അതായത് ഈ മുക്കുവ ഫാമിലി, മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആ മുക്കുവ ഫാമിലിപ്പെട്ട ടീമുകളാണ് ഇവർ. അവരെ എന്നെ മറ്റു കാര്യം പറയാനുള്ളത്, ഇവരെന്നെ വധിക്കാൻ ശ്രമിച്ചത് കളിച്ചക്കുളങ്ങര കൊലപാതകം നടന്ന രീതിയിൽ എന്റെ വണ്ടി നോട്ട് ചെയ്തിട്ട് അതിന്റെ പിന്നിൽ വലിയ ലോറി ഇടിച്ച് എന്നെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഉമ്മ സർവീസിലിരിക്കുകയായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. ഉമ്മാന്റെ ചെലവിലാണ് ഞാനിപ്പോ കഴിയുന്നത്. ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട് ഇവരുടെ ഉമ്മാടെ ചെലവിലാണ് കഴിയുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അതായത് ഇപ്പൊ വന്നിപ്പോ 6 മാസമാകും. ഈ 6 മാസത്തിന് ശേഷം ഇവരുടെ പേര് സരിത സലാഹുദ്ദീനാണ്. അഞ്ചൽ ഫെഡറൽ ബാങ്കില് അക്കൌണ്ട് നമ്പർ 10320100346584. ഈ അക്കൌണ്ട് നമ്പറിൽ ഞാൻ അയച്ച മാസാമാസം അയക്കുന്ന ക്യാഷിന്റെ രേഖകളാണിത്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതൊന്ന് 500 മുതൽ റബ്ബറുണ്ട് സാർ. ഒരു ദിവസം 12 ഷീറ്റ് കിട്ടുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ഞാൻ 10-600 തേങ്ങ വെട്ടുമായിരുന്നു സാർ. ഇവരെ വീട്ടുകാർ മൊത്തം കൈയടക്കി വെച്ചേക്കാം. ഒരു 10 തേങ്ങ പോലും എന്റെ കുഞ്ഞുങ്ങൾക്ക് കരയ്ക്കാനോ എനിക്ക് കറി വെക്കാനോ കൊണ്ടു തരത്തില്ല. ഇവരുടെ പേരിൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്തുവിൽ പെർ ഡേ
4 ഷീറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. മാസം ആ വിധത്തിൽ ഒരു 10,000 രൂപ പോകുന്നുണ്ട്. ഇവൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഒരു പുതിയ ഹീറോണ്ട എടുത്ത് ബൈക്ക് വാങ്ങിക്കൊടുത്താണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ അവൾ അതും കൊണ്ട് 62,000 രൂപയുടെ ബൈക്ക് കൊണ്ട് 50,000 രൂപ കൊടുത്തു. ആ ക്യാഷും അവിടെ കയ്യിലുണ്ട്. അവളാണ് പറഞ്ഞ ഉമ്മയുടെ ചെലവിലെ കഴിയുന്നത്. പിന്നെ രണ്ടാമത്, ഞാൻ 1 വർഷം മുമ്പ് എന്റെ NRI അക്കൗണ്ട് ATM കാർഡ് ഭാര്യ ഏൽപ്പിക്കുകയും എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയുടെ കണക്കുകളാണിത്. ഏകദേശം 9,85,000 രൂപ ഉണ്ട് 1 വർഷം ഞാൻ അയച്ച ക്യാഷിന്റെ കണക്കുകളാണ്. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സർക്കിളിന്റെ മുമ്പ് എഴുതി വെച്ചു, മറ്റൊരു വിഭാഗം കഴിക്കത്തില്ല, എന്നെയും കുഞ്ഞിനെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതപ്രകാരം എന്നെ വിളിച്ചുകൊണ്ട് പോയി ചെയ്യാൻ. ഓരോ ലീവിന് പോകുമ്പോഴും എന്റെ ഭാര്യയോട് ഞാൻ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിൽ വരുന്നതിന്റെ പോലീസ് വന്നു ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചിട്ട്. കാരണം ഇവരെന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് അവരുടെ കുട്ടിക്ക് ഡ്രസ് കൊണ്ട് കൊടുക്കുക, അവരെ പിടിച്ചെടുത്ത് നമ്പർ കൊടുത്തേക്കും, ഇവിടെ നിന്ന് വിഷയമുണ്ടെങ്കിൽ അപ്പോഴേ വിളിച്ചു പറയാനായിട്ട്. എന്റെ ഭാര്യയുടെ കറിക്കൊപ്പില്ല എങ്കിൽ ഇത് ചോദ്യം ചെയ്യുന്ന അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. പിന്നെ ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തു, മറ്റു വിഭാഗം കഴിക്കാണ്ട് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്റെ ചുറ്റും നിൽക്കുന്ന ആലോചിക്കണം, സർക്കിള്, SI, പോലീസുകാര്, ഇവിടെ ഉമ്മ എല്ലാവരും നിന്നിട്ട് എഴുതടാന്ന് പറഞ്ഞു. നീ എഴുതി വെക്കാൻ പറഞ്ഞു. ഇടി പേടിയുള്ളതുകൊണ്ട് ഞാൻ എഴുതിയതാ. ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞു കോംപ്രമൈസ് കൊണ്ട് കേസ് കൊടുത്തു. ഏതൊക്കെ അതിനകത്ത് കൊടുത്തേക്കുന്ന എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. അതൊക്കെ അഞ്ചൽ സ്റ്റേഷനിലെ പോലീസുകാർ പൂർത്തിയില്ല എങ്കിൽ അവിടെ ഇതിനൊക്കെ രേഖകളുള്ളതാണ്. അവിടെ ചെന്നിട്ട് എന്നോട് കോംപ്രമൈസ് വരാൻ പറഞ്ഞു. വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോയാൽ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ പോയ എന്നെ കോംപ്രമൈസ് എന്ന് വിളിച്ചു വരുത്തിട്ട് പെരുന്നാളിന് കോടതി അവധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തി തന്നെ അവർ അറസ്റ്റ് ചെയ്ത് 3 ദിവസം കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. അടുത്ത പ്രവൃത്തി ദിവസമായപ്പോഴത്തേക്ക് കോടതിക്ക് ഞാൻ നിരവധി ബോധ്യത്തിന്റെ പേരിൽ എനിക്ക് ജാമ്യം കിട്ടി. നിങ്ങൾ ആലോചിക്ക്, ഇത്ര ക്രൂര ഒരു മനുഷ്യശ്രേക്ക് ചെയ്യാൻ കഴിയുന്നൊരു സ്ത്രീ. പ്രവാസത്തിൽ വന്നുകൂടി നാട്ടുകാരെല്ലാം അറിഞ്ഞു, നിങ്ങൾക്കും മനക്കേട് കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാണ്. എന്താണ് അവര് കോംപ്രമൈസിന് തയ്യാറല്ലാതെ പിന്നെ ഡൈവേഴ്സിനാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് ഒരു കോംപ്രമൈസിന് വീണ്ടും തയ്യാറ്? കാരണം നിങ്ങൾക്ക് 2 കുട്ടികൾ, നിങ്ങളുടെ 2 പെൺകുട്ടികളുണ്ട്, 3ാമത്തെ കുട്ടി ഗർഭാവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയും കുട്ടികളായിട്ട് നല്ല രീതിയിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ പ്രോഗ്രാം പോയിട്ട് ഒരുപാട് ആലോചിച്ചു. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇനി വരാവുന്ന കുട്ടി പെണ്ണാണോ അറിയില്ല. എനിക്കൊരു മക്കളെ വേണം. അതുകൊണ്ട് ഞാൻ കോംപ്രമൈസ് തയ്യാറാണ്. എനിക്ക് 3 ഡിമാൻഡേ ഉള്ളൂ. 1, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. 2, പർദ്ദയിട്ടില്ലാൻ വേണ്ടില്ല, മാറ് മറച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു പോകാൻ പാടുള്ളൂ. 3, അസമയങ്ങളിൽ കണ്ട ചെറുപ്പക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റാതിരിക്കുക. ഈ 3 ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ എന്ത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് 2 പേർക്കും പരസ്പരം വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമാണ് ഇവിടെ പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. ഈ വിഷയങ്ങൾ കോംപ്രമൈസിലൂടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. റസാഖും അതുപോലെ തന്നെ സരിതയും മനസ്സുവെച്ചാൽ പ്രവാസലോകം അവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റിയാദിലെ അബ്ദുൾ റസാഖിന്റെ റൂമിൽ നിന്നും ക്യാമറമാൻ ഗഫൂർ മാവൂരിനൊപ്പം നാസർ കാരക്കുന്ന്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസലോകം നയിക്കുന്നത്. ഇത് തികച്ചും സൌജന്യമാണ്. കാണാതാകുന്ന ആളുടെ ഫോട്ടോ അയയ്ക്കുക. അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. നമ്മുടെ സഹോദരിമാരോട് ഒരു വാക്ക്: ജീവിക്കുവാനുള്ള മോഹം കൊണ്ട്, മക്കളെ പോറ്റുവാനുള്ള അതിമോഹം കൊണ്ട്, ഒരു കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടുമുള്ള ഒത്തുതീർപ്പിന്റെ തത്രപ്പാടിൽ എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് ഒരു പുനർചിന്ത കൂടി ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.